കുവൈറ്റ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തെ പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രിന്റ് ചെയ്ത കാർഡ് അനുവദിക്കുന്ന കാര്യം ആഭ്യന്തര മന്ത്രാലയം പരിഗണിക്കുന്നതായി സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡിജിറ്റൽ ലൈസൻസിനോടൊപ്പം കാർഡ് രൂപത്തിലുള്ള സാധാരണ ലൈസൻസുകൾ നൽകണമെന്ന പ്രവാസികളുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. ലൈസൻസ് കാർഡിന് 10 മുതൽ 30 ദിനാർ വരെ ഫീസ് നൽകേണ്ടി വരുമെന്നാണ് സൂചന. കരമാർഗം കുവൈറ്റിൽ നിന്നും അയൽ രാജ്യങ്ങളിലേക്ക് വാഹനം ഓടിച്ചു പോകുമ്പോൾ സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ഹാജരാക്കുന്നതിന് മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ലൈസൻസ് മതിയാവില്ല എന്നതിനാലാണിത്. കുവൈറ്റ് മൊബൈൽ ID ആപ്പിൽ നിന്നുള്ള ഡിജിറ്റൽ ലൈസൻസുകൾ ഔദ്യോഗിക രേഖയായി അംഗീകരിക്കാൻ അവിടങ്ങളിലെ ട്രാഫിക് വിഭാഗം വിസമ്മതിക്കുന്നു എന്നും അതിനാൽ ലൈസൻസുകൾ ഫിസിക്കൽ കാർഡ് രൂപത്തിൽ കൂടി നൽകണമെന്നും ചൂണ്ടിക്കാട്ടി കുവൈറ്റ് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിനെ പ്രവാസികൾ നേരത്തെ തന്നെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫീസ് വാങ്ങി ഫിസിക്കൽ ഡ്രൈവിംഗ് ലൈസൻസ് കാർഡ് നൽകാൻ അധികൃതർ തീരുമാനിച്ചത്. അതേസമയം കുവൈറ്റ് മൊബൈൽ ID ആപ്പിലെ ഡിജിറ്റൽ ലൈസൻസുകൾ കുവൈറ്റിലെ ട്രാഫിക് സെക്യൂരിറ്റി പട്രോളിംഗുകൾ തുടർന്നും സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ID ലൈസൻസുകൾ പ്രിന്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ചെലവുകൾക്കായാണ് സേവനത്തിന് ഫീസ് ഈടാക്കുന്നത്. കൂടാതെ എല്ലാ പ്രവാസി ലൈസൻസുകളും 1 വർഷത്തേക്ക് മാത്രമേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി. പുതുതായി കാർഡ് രൂപത്തിൽ നൽകിയാലും അതിന് 1 വർഷത്തേക്ക് മാത്രമേ സാധുതയുണ്ടായിരിക്കുകയുള്ളൂ എന്നും കുവൈറ്റ് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അധികൃതർ വ്യക്തമാക്കി. ആഭ്യന്തര മന്ത്രാലയം കുവൈറ്റ് പൗരന്മാർക്ക് ഫിസിക്കൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമ്പോൾ പ്രവാസികൾ നിലവിൽ ആശ്രയിക്കുന്നത് കുവൈറ്റ് മൊബൈൽ ID ആപ്പ് വഴി ലഭ്യമാകുന്ന ഡിജിറ്റൽ ലൈസൻസുകളെയാണ്. ഡ്രൈവിംഗ് ലൈസൻസും വാഹന രജിസ്ട്രേഷൻ ബുക്കും പരിശോധനാ ക്യാമ്പയിനുകളുടെ സമയത്തോ അല്ലെങ്കിൽ എമർജൻസി ട്രാഫിക് സെക്യൂരിറ്റി പട്രോളിംഗ് സമയത്തോ ആപ്പ് വഴിയാണ് നിലവിൽ പരിശോധിച്ചുറപ്പിക്കുന്നത്. കുവൈറ്റിൽ അനധികൃത താമസക്കാരെ കണ്ടെത്തുന്നതിനുള്ള റെയ്ഡുകൾ ശക്തമാക്കിയതിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ ജീവനക്കാരുടെ കടുത്ത ക്ഷാമം. റെയ്ഡിൽ പിടിക്കപ്പെടുമോ എന്ന ഭയത്താൽ നിയമാനുസൃതമല്ലാതെ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ പ്രവാസി ജീവനക്കാർ ജോലിക്ക് ഹാജരാകാതെ മുങ്ങി നടക്കുന്നതായാണ് വിവരം. വിവിധ മാർക്കറ്റുകളിൽ ഇത് വ്യാപാരത്തെ സാരമായി ബാധിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പൊതുമാപ്പ് കാലാവധി അവസാനിച്ച ജൂൺ 30 അർദ്ധരാത്രിക്ക് ശേഷം നടത്തിയ വ്യാപക റെയ്ഡുകളിൽ ആയിരക്കണക്കിന് അനധികൃത താമസക്കാർ പിടിയിലായിരുന്നു. ഇവരെ പിടികൂടി 4 ദിവസത്തിനകം നാട്ടിലേക്ക് കയറ്റി അയക്കാനായിരുന്നു തീരുമാനം. വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ഷുവൈക്കിലെ കാനഡ ഡ്രൈ സ്ട്രീറ്റിൽ 100 കണക്കിന് പേർ ഈ രീതിയിൽ മുങ്ങിയതായാണ് റിപ്പോർട്ട്. ഇത് പ്രദേശത്തെ വ്യാപാരത്തെ മന്ദഗതിയിലാക്കിയതായി വ്യാപാരികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിലുടനീളമുള്ള നിരവധി വാണിജ്യ കരകൗശല വ്യാവസായിക സ്ഥാപനങ്ങളിൽ തൊഴിലാളി ക്ഷാമം നേരിട്ടതായും റിപ്പോർട്ടിലുണ്ട്. സോഷ്യൽ മീഡിയയിലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വ്യാപകമാണ്. മുത്ല, ഷുവൈക്ക്, ജലീബ് അൽ ഷുയൂഖ്, ഖൈത്താൻ, ഫർവാനിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ സാങ്കേതിക വിദഗ്ധരായ ജീവനക്കാരുടെ അഭാവം വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചു. ഇവിടങ്ങളിലെ റൗണ്ട് എബൌട്ടുകളിലും തെരുവ് മൂലകളിലും പതിവായി ഒത്തുകൂടാറുള്ള കൂലിത്തൊഴിലാളികളെയും കഴിഞ്ഞ 2 ദിവസമായി കാണാനില്ലായിരുന്നു. പിടിക്കപ്പെടാനുള്ള സാധ്യത കാരണം അവർ താമസ സ്ഥലങ്ങളിലോ മറ്റോ തങ്ങുന്നതായാണ് നിലവിലെ വിവരം. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ ഹറമൈൻ എക്സ്പ്രസ് ട്രെയിനിൽ 10 ലക്ഷത്തിലധികം തീർത്ഥാടകർ യാത്ര ചെയ്തതായി റെയിൽവേസ് കമ്പനി അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് സീസണുമായി താരതമ്യം ചെയ്യുമ്പോൾ 42% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഹജ്ജ് സീസണിലെ ഹറമൈൻ എക്സ്പ്രസ് ട്രെയിൻ സംവിധാനം വൻ വിജയത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ വർഷമുണ്ടായതെന്നും റെയിൽവേ ചൂണ്ടിക്കാണിച്ചു. സൗദിയിലെ പാരിസ്ഥിതിക നിയമങ്ങൾ ലംഘിച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടിയതിനും സസ്യജാലങ്ങൾക്ക് തീയിട്ടതിനും 3 പേർ അറസ്റ്റിലായി. കിങ് സൽമാൻ റോയൽ നാച്ചുറൽ റിസർവിനുള്ളിൽ ലൈസൻസില്ലാതെ വേട്ടയാടിയതിന് ഫീൽഡ് പട്രോളിംഗ് ടീം അഹമ്മദ് സുലൈമാൻ മഖ്ബൂൽ അൽ ഷരാരി, സാഹിദ് ദൈഫ് അല്ലാഹ് മുസ്ലിം അൽ ഷരാരി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഖസീം പ്രവിശ്യയിലെ പൊതുഗതാഗത പദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു. പൊതുഗതാഗത അതോറിറ്റി ചെയർമാൻ ഡോക്ടർ റുഹ്മൈ അൽ റുമൈന്റെ സാന്നിധ്യത്തിൽ മേഖലാ ഗവർണർ അമീർ ഫൈസൽ ബിൻ മിഷ്അലാണ് ബുറൈദ ഉനൈസ മേഖലയിലെ പൊതുഗതാഗത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്.
രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും എളുപ്പമാക്കുന്നതിനും നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണിത്. പദ്ധതിയിൽ പൊതുഗതാഗത സേവനത്തിനായി 12 റോഡുകളും 73 ബസ്സുകളുമാണുള്ളത്. ബുറൈദ, ഉനൈസ എന്നിവിടങ്ങളിൽ 210 സ്റ്റോപ്പിംഗ് പോയിന്റുകൾ ഉണ്ടാകും. മേഖലയിലെ ജനങ്ങൾക്കും സന്ദർശകർക്കുമായി ദിവസം 18 മണിക്കൂർ ബസ് സർവീസ് ഉണ്ടാകും. രണ്ടാം ഘട്ടത്തിൽ മേഖലയിലെ മറ്റ് പട്ടണങ്ങളിലേക്കും ബസ് സർവീസുകൾ ആരംഭിക്കും. പദ്ധതി നടപ്പിലാക്കിയതിന് സൽമാൻ രാജാവിനും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും പ്രവിശ്യ ഗവർണർ പ്രദേശത്തെ ജനങ്ങളുടെ നന്ദിയും അഭിനന്ദനവും അറിയിച്ചു. സൊഹറിലുണ്ടായ വാഹനാപകടത്തിൽ കോഴിക്കോട് സ്വദേശി മരണപ്പെട്ടു. പയ്യോളി മമ്മദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം സൊഹർ സഫീർ മാളിന് സമീപത്ത് വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനം ഇടിക്കുകയായിരുന്നു. സൊഹറിലെ പ്രമുഖ ബേക്കറിയിലേക്ക് ജോലി ആവശ്യാർത്ഥം സന്ദർശക വിസയിലെത്തിയതാണ്. നാട്ടിൽ പോകുന്നതിന്റെ ഭാഗമായി സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. ഇദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണപ്പെട്ടതായി കണ്ടെത്തിയത്. രേഖകളൊന്നും കരുതാതെ പുറത്തേക്ക് പോയതിനാൽ ഇദ്ദേഹത്തെ തിരിച്ചറിയാനും വളരെയേറെ ബുദ്ധിമുട്ടി. അതേസമയം സൊഹർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സ്വകാര്യ സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് യൂറോപ്പിലേക്ക് പുറപ്പെട്ടതായി ഒമാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മസ്കർ ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ കാറിന് തീപിടിച്ചു. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. അതേസമയം അപകട കാരണം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ മുസന്നയിൽ കെട്ടിടത്തോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന നിരവധി കാറുകൾ കത്തിനശിച്ചിരുന്നു. SUV വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തീപിടിച്ചത്. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ദിവസങ്ങൾക്കിടെ വിവിധ സ്ഥലങ്ങളിലാണ് തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഖരീഫ് കാലത്ത് തൊഴിൽ നിയമ ലംഘനങ്ങൾ ഒഴിവാക്കുന്നതിന് വ്യത്യസ്ത നടപടികളുമായി തൊഴിൽ മന്ത്രാലയം. ദോഫർ ഗവർണറേറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ഉൾപ്പെടെ നടത്തിവരുന്നത്. സുരക്ഷിതവും സുസ്ഥിരവുമായ തൊഴിൽ വിപണി പ്രദാനം ചെയ്യുകയാണ് ലക്ഷ്യമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഖരീഫ് മാസങ്ങളിൽ വാണിജ്യ പ്രവർത്തനങ്ങളും വിവിധ സേവനങ്ങളുമായി വ്യത്യസ്ത തൊഴിൽ മേഖലകളെയാണ് തുറക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് വിദേശികൾ പ്രവർത്തിക്കുന്നതായി നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒഴിവാക്കുന്നതിനാണ് മന്ത്രാലയം നടപടികളുമായി രംഗത്ത് വന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പരിശോധന നടത്തി. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും നിർദ്ദേശങ്ങൾ നൽകുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങളിലും ഭക്ഷണശാലകളിലും മറ്റും തൊഴിൽ സ്ഥലങ്ങളിലും ഉൾപ്പെടെയായിരുന്നു അധികൃതരുടെ സന്ദർശനം. വരും ദിവസങ്ങളിലും പ്രത്യേകം ഉദ്യോഗസ്ഥരുടെ കീഴിൽ മേഖലയിൽ തുടർച്ചയായ പരിശോധനയുണ്ടാകും. അതേസമയം ഈ കാലയളവിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനുമതിയില്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങളിലോ ജോലികളിലോ ഏർപ്പെട്ടിരുന്ന പ്രവാസികൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും.